ഹലോ, ഇന്ന് നമ്മൾ എങ്ങനെ ഒരു റുബിക്സ് ക്യൂബ് സോൾവ് ചെയ്യാമെന്നുള്ളതാണ് കാണുന്നത്. ഇതിന് ആകെ രണ്ട് ആൽഗോരിതം, ഈ ഒരു ക്യൂബ് സോൾവ് ചെയ്യാൻ ആകെ രണ്ട് ആൽഗോരിതം അല്ലെങ്കിൽ ആകെ രണ്ട് മെത്തേഡ് ഞാനിവിടെ പറയുന്നുള്ളൂ. ഓക്കെ, അതുകൊണ്ട് ഇത് ഭയങ്കര എളുപ്പമാണ്. നമ്മൾ നോക്കാം. അപ്പം ഈ ഒരു ക്യൂബിന് ആദ്യം നമ്മൾ കുറച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യമുണ്ട്. നമ്മൾ എപ്പോഴും ഒരു ക്യൂബ് ചെയ്യുമ്പോൾ അതായത് വൈറ്റ് ലെയർ ആയിരിക്കും നമ്മളെ ഗ്രൗണ്ടായിട്ട് വെക്കുന്നത്. അപ്പോൾ വൈറ്റ് ലെയറിന് നേരെ ഓപ്പോസിറ്റുള്ള ലെയർ എന്താണ്? വൈറ്റ് ലെയറിന് നേരെ ഓപ്പോസിറ്റുള്ള യെല്ലോ ആണ്. ഓക്കെ, ഇനി നമ്മളിങ്ങനെ ലെയർ ബൈ ലെയർ ആയിരിക്കും അടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം വൈറ്റ് ലെയർ ഇവിടെ മൊത്തം ആക്കും, പിന്നെ ഫസ്റ്റ് ലെയർ ആക്കും, പിന്നെ സെക്കൻഡ് ലെയർ ആക്കും, പിന്നെ തേർഡ് ലെയർ ആക്കും. ഓക്കെ, പിന്നെ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ, ഈ സെൻറ്ററിലുള്ള കളർ ഒരിക്കലും മാറില്ല. ഈ സെൻറ്ററിലുള്ള ഈ മഞ്ഞ, സെൻറ്ററിലുള്ള പച്ച, സെൻറ്ററിലുള്ള റെഡ്, ഇതൊന്നും ഒരിക്കലും മാറില്ല. ഒന്ന് നോക്കി നോക്ക്. ഇതാണ്ട് എങ്ങനെ ഞാൻ നോക്കിയാലും ഈ സെൻറ്ററിലുള്ള റെഡ് അവിടെ തന്നെ നിൽക്കുന്നു, സെൻറ്ററിലുള്ള മഞ്ഞ അവിടെ തന്നെ നിൽക്കുന്നു, സെൻറ്ററിലുള്ള പച്ച അവിടെ തന്നെ നിൽക്കുന്നു. അപ്പോൾ അവിടെ നിന്ന് മനസ്സിലായി സെൻറ്ററിനുള്ള കളറൊന്നും ഒരിക്കലും മാറില്ല എന്നുള്ളൂ. ഓക്കെ, ഇനി ഞാൻ ഇതിനെ മൊത്തത്തിലൊന്ന് ഷഫിൾ ചെയ്യണം. ഓക്കെ, ഇനി നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഫോർമുല എന്ന് പറയുന്നത് രണ്ട് ഫോർമുലയാണ്. അതിൽ ആദ്യത്തെ ഫോർമുല ഞാൻ പറഞ്ഞുതരാം. ആദ്യത്തെ ഫോർമുലനെ ഞാൻ റൈറ്റ് ആൽഗോരിതം എന്ന് പറഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ റൈറ്റ് ആൽഗോരിതം എന്ന് പറഞ്ഞിട്ടാണ് വിശേഷിപ്പിക്കുന്നത്. അപ്പം റൈറ്റ് ആൽഗോരിതം ഒന്നുമില്ല, ആകെ 4 സ്റ്റെപ്പ്. നോക്കി നോക്ക്. മേളിലോട്ട് ഒരു വശം തിരിച്ചു, എന്നിട്ട് ക്ലോക്ക് വൈസ് തിരിച്ചു, അങ്ങോട്ട് തിരിച്ചു, എന്നിട്ട് മേളിലോട്ട് ഞാൻ കൊണ്ടുവന്നതിനെ തിരിച്ചു കൊണ്ടുവന്നു, ഇനി അങ്ങോട്ട് കൊണ്ടുപോയതിനെ തിരിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഇതാണ് റൈറ്റ് ആൽഗോരിതം. അതുകൊണ്ടാണ് റൈറ്റ് ആൽഗോരിതം എന്ന് വിശേഷിപ്പിക്കുന്നത്. എന്നാൽ തൊട്ടിപ്പുറത്തെ സൈഡിൽ ചെയ്യുകയാണെങ്കിൽ, ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നേരെ മുകളിലോട്ട് പോയിട്ട് അകത്തോട്ട്, ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് തിരിച്ചു, ആ മുകളിലോട്ട് കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവന്നു, ആൻറ്റി ക്ലോക്ക് വൈസ് കൊണ്ടുപോയതിനെ തിരിച്ചു കൊണ്ടുവന്നു. ഇത് നമ്മൾ ലെഫ്റ്റ് ചെയ്യുന്നുണ്ട്, ലെഫ്റ്റ് ആൽഗോരിതം എന്ന് പറഞ്ഞു. ഇതാണ് ഒരു പെയർ ഓഫ് ആൽഗോരിതം എന്ന് പറഞ്ഞാൽ ഇതാണ് റൈറ്റ് ആൽഗോരിതം, ലെഫ്റ്റ് ആൽഗോരിതം. ഈ ഒരു ആൽഗോരിതം വെച്ചിട്ടായിരിക്കും നമ്മൾ മൊത്തം, അതായത് ഒരു 90% കംപ്ലീറ്റ് ചെയ്യാൻ പോകണം. പിന്നെ ഒരു ആൽഗോരിതം കൂടി ഉണ്ട്, അത് നമ്മൾ വഴിയെ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പം ഇപ്പോൾ ഞാൻ നല്ല രീതിയിൽ ഷഫിൾ ചെയ്ത് വെച്ചേക്കാം. ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞ പോലെ തന്നെ വൈറ്റ് ആയിരിക്കണം നമ്മളെ ബേസ് ആയിട്ട് എടുക്കേണ്ടത്. അപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോൾ എല്ലായിടത്തും വൈറ്റ് ഉണ്ട്. ഞാൻ പറഞ്ഞു സെൻറ്റർ ഒരിക്കലും മാറൂല. അപ്പോൾ വെള്ള സെൻറ്ററിൻ്റെ അവിടെ തന്നെ നിൽക്കുമല്ലേ. അപ്പോൾ ഈ വെള്ള സെൻറ്റർ ഞാൻ എൻ്റെ ബേസ് ആയിട്ട് വെച്ചു. അപ്പോൾ ഞാൻ എന്താ പറഞ്ഞത്, വെള്ള സെൻറ്ററിന് നേരെ ഓപ്പോസിറ്റ് ആരാ വരണ്ടേ? മഞ്ഞ സെൻറ്റർ ഉണ്ടല്ലോ, അത് അവിടെ തന്നെ നിന്നു. ഇനി വെള്ള സെൻറ്ററാണ് നമ്മുടെ ബേസ് അല്ലേ. അപ്പം ആദ്യം നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഇവിടെ മൊത്തം വെള്ളയാക്കണം, ഇത് ഇവിടെ മൊത്തം വൈറ്റ് ആക്കണം. ഓക്കെ, അപ്പോൾ അതിന് ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ മഞ്ഞ ഉണ്ടോ, ഈ മഞ്ഞേൻ്റെ ഇവിടെയും വൈറ്റ് ആക്കണം. ഒരു ഫ്ലവർ അല്ലെങ്കിൽ ഡെയ്സി ഫ്ലവർ പോലെ ആക്കണം. ഓക്കെ, അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പം ഇവിടെ എനിക്കൊരു വെള്ളയുണ്ട്, ഈ വെള്ളേനെ ഞാൻ ഇവിടെ കൊണ്ടുവന്നു. അപ്പോൾ ഈ ഭാഗത്ത് വെള്ളയായി. ഇനി ഈ ഭാഗത്ത് വെള്ളയാക്കണ്ടേ, ഈ ഭാഗത്തും വെള്ളയാക്കണം. ഓക്കെ, അപ്പം ഞാൻ ഇവിടെ നോക്കുകയാണെങ്കിൽ എനിക്കിവിടെ ഒരു വെള്ളയുണ്ട്. ഈ വെള്ളേനെ ഇവിടെ കൊണ്ടുവരാനാണെങ്കിൽ ഞാൻ എന്താ ചെയ്യുന്നത്, എവിടെ വേണോ കൊണ്ടുവരാം, ഈ ഭാഗത്ത് എവിടെ വേണോ കൊണ്ടുവരാം. അപ്പം ഈ വെള്ളേനെ ഞാൻ കൊണ്ടുവരണമെങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടത്, ഇങ്ങനെ തിരിച്ചു. ഓക്കെ, അപ്പോൾ ഇവിടെ വെള്ളയായല്ലോ. ഇനി എനിക്ക് വേണ്ടത് ഇവിടെയാണല്ലോ. എനിക്കിതാ ഇവിടെ ഒരു സൈഡ് വൈറ്റ് ഉണ്ട്. ഓക്കെ, ആ വൈറ്റിന് ഇപ്പം ഞാൻ വേറെ ഒന്നും നോക്കുന്നില്ല, വൈറ്റിന് എനിക്ക് ഈ ഒരു ഭാഗത്ത് കൊണ്ടുവരാൻ മാത്രം നോക്കുന്നത്. ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ശ്രമിച്ചാൽ ഞാൻ ഓൾറെഡി വെച്ചിരുന്ന വൈറ്റ് പോവും. ഓക്കെ, അപ്പോൾ എനിക്ക് ഇല്ലാത്ത ഭാഗത്തിനോട് ഞാൻ തിരിച്ചിട്ട് അവിടെ ഞാൻ എൻ്റെ ബാക്കി വൈറ്റ് കൊണ്ടുവന്നു. ഇനി ഒരു വൈറ്റും കൂടി കിടപ്പുണ്ട്, ഈ മിഡിലുള്ള ഒരു വൈറ്റും കൂടി കിടപ്പുണ്ട്. എവിടെയാണെന്ന് കണ്ടുപിടിക്കുക. ഇതെല്ലാം കണ്ട എഡ്ജിലുള്ള വൈറ്റുകളാണ്, അതൊന്നുമല്ല. മിഡിലൊരു വൈറ്റ് കിടക്കുന്നുണ്ട്. ഈ വൈറ്റ് ഇവിടെ തന്നെയാണ് വരേണ്ടത്, പക്ഷെ തല തിരിച്ചാൽ വരേണ്ടത് അല്ലേ. ഈ വൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഭാഗത്താണ് വരേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ വൈറ്റിനെ അടിയിലോട്ട് കൊണ്ടുവരുന്നു, ഇങ്ങോട്ടേക്ക് മാറ്റുന്നു. കാരണം എനിക്ക് ഈ വൈറ്റിനെ കയറ്റാൻ വേണ്ടിയിട്ട് ഒരു സ്ലോട്ട് കൊടുക്കണ്ടേ. ആ സ്ലോട്ട് ഞാൻ കൊടുത്തതിന് ശേഷം എന്താ ചെയ്യുന്നത്, വൈറ്റിനോട് വൈറ്റിനെ കയറ്റുന്നു. അപ്പം ഇതൊരു ഡെയ്സി രൂപത്തിലായോ, മഞ്ഞേൻ്റെ 4 സൈഡിലായിട്ട് വെള്ള വന്നു. ഓക്കെ, ഞാൻ പറഞ്ഞു വെള്ള എല്ലാം എവിടെ പോകണ്ടേ, അടിയിലോട്ടാണ് പോകണ്ടേ. അപ്പോൾ അടിയിലോട്ട് എനിക്ക് വെറുതെ 2 പ്രാവശ്യം തിരിക്കാൻ പറ്റത്തില്ല. അതിനു മുന്നേ ഒരു കാര്യം കൂടി നോക്കണം. പച്ച
ഈ വെള്ളയുടെ കൂടെ ഇരിക്കുന്നത് പച്ചയാണ് അല്ലേ, ഈ വെള്ളയുടെ കൂടെ ഇരിക്കുന്നത് പച്ച. ഞാൻ പറഞ്ഞു ഗ്രീൻ സെൻറ്റർ മാറത്തില്ല. അപ്പോൾ പച്ച സെൻറ്ററിലോട്ട് കൊണ്ടുവന്നു ഞാൻ, വെള്ളേനെ പച്ച സെൻറ്ററിലോട്ട് കൊണ്ടുവന്നു. വെള്ളേനെ പച്ച സെൻറ്ററിലോട്ട് കൊണ്ടുവന്നതിന് ശേഷം 2 പ്രാവശ്യം തിരിക്കുക. അപ്പോൾ ദാ ഇവിടെ അടിയിലായല്ലോ, വെള്ളയും ചേർന്നു. ഇനി അടുത്ത വൈറ്റിൻ്റെ കൂടെയുള്ള കളർ നോക്കാം. വൈറ്റിൻ്റെ കൂടെയുള്ള കളർ റെഡ്. അപ്പോൾ റെഡ് സെൻറ്ററിലോട്ട് ഞാൻ കൊണ്ടുവന്നതിന് ശേഷം 2 പ്രാവശ്യം തിരിച്ചു. അതുപോലെ തന്നെ ഞാൻ ബ്ലൂ സെൻറ്ററിലോട്ട് കൊണ്ടുവന്നു. സെൻറ്ററിലോട്ട് കൊണ്ടുവന്നതിന് ശേഷം എന്താ ചെയ്തത്, 2 പ്രാവശ്യം തിരിച്ചു. അങ്ങനെ അടിയിലോട്ടെത്തി. ഓക്കെ, ഇനി ഒരാൾ കൂടിയുണ്ട്, ഓറഞ്ച് സെൻറ്ററിലോട്ട് തന്നെ കൊണ്ടുവന്നു. എന്നിട്ട് എന്താ ചെയ്തത്, 2 പ്രാവശ്യം തിരിച്ചു. ഇപ്പം എന്താ സംഭവിച്ചത്, നമുക്ക് ഇതാ എല്ലായിടത്തും ഒരു പ്ലസ് വൈറ്റും ആയി. ഇങ്ങനെ ഒരു കണക്ഷനും വന്നു. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെയും വൈറ്റ് ആകണം. ഇവിടെ ഓൾറെഡി വൈറ്റ് ഉണ്ട്. ഇവിടെ വൈറ്റും ഉണ്ട്, പോരാത്തതിന് റെഡും ഉണ്ട്, ബ്ലൂവിന് ബ്ലൂ ഉണ്ട്. ഓക്കെ, ഇനി അപ്പോൾ നമ്മൾ ബാക്കിയുള്ളതിനെ കുറിച്ച് ബോധം ചെയ്താൽ മതി. ഇവിടെയും. ഓക്കെ, ഇനി ഇവിടെ ഞാൻ നോക്കുകയാണെങ്കിൽ ഈ വൈറ്റിൻ്റെ കൂടെയുള്ള കളർ ഏതാ, ബ്ലൂവും ഓറഞ്ചും എവിടെയാണ് വരുന്നത്? ഞാൻ പറഞ്ഞു ബ്ലൂവും ഓറഞ്ചും എങ്ങനെ നമ്മൾ നോക്കുന്നത്, ബ്ലൂവും ഓറഞ്ചും സെൻറ്റർ നോക്കാം. അപ്പോൾ ഇവിടെ ഒരു ഓറഞ്ച് സെൻറ്റർ ഉണ്ട്, ഇവിടെ ഒരു ബ്ലൂ സെൻറ്റർ ഉണ്ട്, ഇവിടെ ഒരു വൈറ്റ് സെൻറ്റർ ഉണ്ട്. അപ്പോൾ ഇവിടെ ആയിരിക്കണം നമ്മൾ പറഞ്ഞ കട്ട വരണ്ടേ. അപ്പം നമ്മൾ പറഞ്ഞ കട്ടനെ കൊണ്ടുവരാം. ഇവിടുന്ന് ഈ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവന്നതിന് ശേഷം ഈ കട്ടേനെ എനിക്ക് ഇവിടെലോട്ട് വരണം. ഈ കട്ടേനെ ഇവിടെയോട്ടാകണം. ഇവിടെയോട്ട് വന്നാൽ മാത്രം പോരാ, ഈ വെള്ള എന്ന് പറയുന്ന വെള്ള ഇവിടെയും വരണം, ഓറഞ്ച് എന്ന് പറഞ്ഞാൽ ഇവിടെയും വരണം, ബ്ലൂ എന്ന് പറഞ്ഞാൽ ഇവിടെയും വരണം. അപ്പം ഞാൻ എന്താ ചെയ്യുന്നത്, എനിക്ക് ആകെ ഒരു ഇക്വേഷൻ അറിയുള്ളൂ. എന്താ, റൈറ്റ് അൽഗോരിതം. ഒന്നിങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോയി, മുകളിലോട്ട് കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവന്നു, അങ്ങോട്ട് കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവന്നു. ഇപ്പോൾ ഒരു പ്രാവശ്യമായി. ഇപ്പം നമ്മൾ നോക്കി നോക്ക്, നമ്മളെ കട്ട വന്നു. പക്ഷെ അതിൻ്റെ ഓറിയൻറ്റേഷൻ ശരിയല്ല അല്ലേ. വെള്ളേൻ്റെ കൂടെ അല്ല നിൽക്കുന്നത്, ബ്ലൂ നീല ഇവിടെയാണ് വരേണ്ടത്, അതല്ല. അപ്പം ഒന്നും കൂടി ചെയ്യാം. മുകളിലോട്ട് കൊണ്ടുപോയി, അങ്ങോട്ട് കൊണ്ടുപോയി, തിരിച്ചു കൊണ്ടുപോയി, ഇങ്ങോട്ട് കൊണ്ടുപോയി, ഒന്നും നടന്നില്ല. വീണ്ടും ചെയ്യാം. മുകളിലോട്ട് കൊണ്ടുപോയി, അങ്ങോട്ട് കൊണ്ടുപോയി, മുകളിലോട്ട് കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവന്നു, അങ്ങോട്ട് കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവന്നു, ഒന്നും നടന്നില്ല. അതുപോലെ നമ്മൾ ചെയ്ത് ഒരു 6 പ്രാവശ്യം ചെയ്യുമ്പോഴത്തേക്കും വരും. അതായത് 6 പ്രാവശ്യം ചെയ്യുന്നതിന് മുന്നേ തന്നെ സാധനം നമുക്ക് കിട്ടും. കാരണം 6 പ്രാവശ്യം ചെയ്യുമ്പോൾ നമ്മൾ ചെയ്ത സ്ഥലത്തോട്ട് തന്നെ തിരിച്ചു വരികയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഒരു 5 ട്രയൽ അല്ലെങ്കിൽ ഒരു 5 റൈറ്റ് ആൽഗോരിതത്തിൽ കണ്ട നമ്മുടെ വൈറ്റിലോട് ചേർന്നെടുത്തു, ബ്ലൂവിനോട് ചേർന്നെടുത്തു, ഓറഞ്ചിലോട് ചേർന്ന് ഓറിയൻറ്റേഷൻ ശരിയായി, പ്ലേസ്മെൻറ്റ് ശരിയായി, ഓറിയൻറ്റേഷൻ ശരിയായി. ഇനി അടുത്ത നമുക്ക് നോക്കാം, അടുത്ത വെള്ളമുള്ള ഭാഗം നോക്കാം. കാരണം ഞാൻ എന്തുകൊണ്ടാണ് ഈ വെള്ളമുള്ള ഭാഗം എന്ന് പറയുന്നത്, നമുക്ക് ഇവിടെ വരേണ്ടത് വെള്ളയാണ്, ഒരു ഭാഗം വെള്ളയായിരിക്കും. അപ്പോൾ ആ വെള്ളമുള്ള ഭാഗം നോക്കിയാൽ മതി. ഇപ്പം നമുക്ക് ഈ ഒരു ഭാഗം നോക്കാം. ഈ ഒരു ഭാഗം നോക്കുകയാണെങ്കിൽ ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, വെള്ളയുണ്ട്, പച്ചയുണ്ട്, റെഡ് ഉണ്ട്. ഇവിടെ റെഡല്ല അല്ലേ, ഇവിടെ ഓറഞ്ചാണ്. അതായത് ഈ കട്ട ഇവിടെയല്ല വരേണ്ടേ, മറിച്ച് ഇവിടെയാണ് വരേണ്ടേ. റെഡ്, ഗ്രീന്, വൈറ്റ് അല്ലേ. അപ്പോൾ ഈ കട്ടേനെ എനിക്ക് മുകളിലോട്ട് എടുക്കണം. മുകളിലോട്ട് എടുക്കാൻ എനിക്ക് ഇങ്ങനെ മുകളിലോട്ട് എടുത്താൽ എൻ്റെ ബാക്കിയെല്ലാം പോകും അല്ലേ, ബാക്കിയെല്ലാം നഷ്ടപ്പെടും. അതിന് പകരം ഞാൻ എന്താ ചെയ്യണേ, ഒരു റൈറ്റ് ആൽഗോരിതം ചെയ്താൽ മതി. നമുക്ക് ആകെ അത് മാത്രമേ ഉള്ളൂ. ഒരു റൈറ്റ് ആൽഗോരിതം ചെയ്യുമ്പോഴത്തേക്കും ഒന്നും നമ്മൾ അടിയത്തെ ലെയർ ഒന്നും നഷ്ടപ്പെടാതെ തന്നെ നമ്മുടെ മുകളിൽ നമ്മുടെ ആശാനെത്തി. ഈ ആശാന എന്താ ചെയ്യേണ്ടത്, ഈ ആശാന നമ്മൾ കറക്റ്റ് പ്ലേസ്മെൻറ്റ് കൊണ്ടുവരാം അല്ലേ. ഈ കട്ട എവിടെയാണോ വരേണ്ടത് അതിൻ്റെ മുകളിൽ കൊണ്ടുവരാം. അതായത് ഇവിടെയാണ് വരേണ്ടത്. അപ്പം ഞാൻ എന്ത് ചെയ്തു, തിരിച്ച് ഈ ഒരു ഭാഗത്തായിട്ട് ആക്കി. ഈ ഒരു ഭാഗത്തായിട്ട് ആക്കിയതിന് ശേഷം എന്താ ചെയ്യേണ്ടത്, നമുക്ക് ആകെ അറിയാവുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് റൈറ്റ് ആൽഗോരിതം. അപ്പോൾ ഇപ്പോൾ ഇവിടെ നിന്നാണ് ഞാൻ ചെയ്യാൻ നോക്കിയിരുന്നത്, ലെഫ്റ്റ് ആയാൽ അതൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. എപ്പോഴും നമ്മൾ റൈറ്റിൽ വെച്ച് ചെയ്യാൻ നോക്കാം. ഓക്കെ, എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇവിടെ ഞാൻ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ മുകളിലോട്ട് കൊണ്ടുവന്നു, അങ്ങോട്ട് കൊണ്ടുവന്നു, അടിയിലോട്ട് കൊണ്ടുവന്നു, അങ്ങോട്ട് കൊണ്ടുവന്നു, തിരിച്ചു കൊണ്ടുവന്നു. അപ്പം നോക്കി നോക്കാം, എത്തിയോ? എത്തിയ മാത്രമല്ല, പ്ലേസ്മെൻറ്റ് മാത്രമല്ല, കറക്റ്റ് ഓറിയൻറ്റേഷൻ കിട്ടുകയും ചെയ്തല്ലേ. വെള്ളക്ക് വെള്ള, പച്ചക്ക് പച്ച, റെഡിന് റെഡ്. അപ്പോൾ അത് കഴിഞ്ഞു. അതുപോലെ തന്നെ അടുത്ത് നോക്കുന്നു, വെള്ളയുള്ള ഭാഗം നോക്കുന്നു. വെള്ളയുള്ള ഭാഗം ഇത് ഇവിടെ തന്നെയാണോ വരേണ്ടത്, ഇവിടെയാണോ വരേണ്ടത്? ആണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ തന്നെ. ഇനി അത് മറിച്ച് ഇവിടെ എവിടെയെങ്കിലും ആയിരുന്നെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, കറക്റ്റ് വെള്ള എവിടെ, പച്ച എവിടെ, ഓറഞ്ച് എവിടെ നോക്കുന്നു. വെള്ള, പച്ച, ഓറഞ്ച്. അപ്പം ഇതിനെ തിരിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരണം. എന്നിട്ട് നമ്മൾ റൈറ്റ് വശത്ത് വെച്ചിട്ട് റൈറ്റ് ആൽഗോരിതം ചെയ്യാം. മുകളിലോട്ട് കൊണ്ടുവരുന്നു, അങ്ങോട്ട് കൊണ്ടുവരുന്നു, മുകളിലോട്ട് കൊണ്ടുവരുന്ന തിരിച്ച് അടിയിലോട്ട് കൊണ്ടുവരുന്നു, അങ്ങോട്ട് കൊണ്ടുവരുന്നു, തിരിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരാൻ മറക്കരുത്. ഇപ്പം നമ്മൾ ഇവിടെ എത്തിയ സ്ഥിതിക്ക് നമ്മൾ സന്തോഷിച്ചിട്ട് കാര്യമല്ല. ആ
കൊണ്ടുപോയ സാധനം തന്നെ തിരിച്ചു കൊണ്ടുവരണം. ഒരു റൈറ്റ് ആൽഗോരിതം അങ്ങനെ ആയാലേ പൂർത്തിയാവുള്ളൂ. അങ്ങനെ എന്താ ഇപ്പം നമുക്ക് സംഭവിച്ചാൽ വെള്ള മൊത്തം, അതായത് നമ്മളെ ഫൗണ്ടേഷൻ മൊത്തം കംപ്ലീറ്റ് ആയി. ഹാഫ് ടീ എന്ന് പറയും ഇതിന്, ഹാഫ് ടീ എന്ന് പറയും. പകുതി ടീ, എല്ലായിടത്തും പകുതി ടീ ഉണ്ടാവും. അതായത് ആദ്യത്തെ ലെയർ കംപ്ലീറ്റ് ആയി, പൂർത്തിയായി എന്ന് സാരം. അപ്പം നമ്മുടെ വൈറ്റ് ഫൗണ്ടേഷൻ കഴിഞ്ഞു, ആദ്യത്തെ ലെയറായി. ആദ്യത്തെ ലെയറിൽ ഹാഫ് ടീ കിട്ടി. ഇനി അടുത്ത് നമുക്ക് ചെയ്യാനുള്ളത് രണ്ടാമത്തെ ലെയറിലാണോ? രണ്ടാമത്തെ ലെയറിൽ നമുക്ക് ഇനി ആകെ ഇവന്മാരെല്ലാം അതുപോലെ തന്നെ നിൽക്കണം. ഈ ഒരു ഭാഗത്തിലുള്ള ഈ എഡ്ജിലുള്ള സാധനങ്ങൾ മാത്രം മാറ്റിയാൽ മതി. ഓക്കെ, ഞാൻ പറഞ്ഞു വൈറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള കളർ മഞ്ഞയാണ്. അപ്പം മഞ്ഞ ഇവിടെ മൊത്തം പടർന്നാൽ, മഞ്ഞ ഇവിടെ മൊത്തം സ്പ്രെഡ് ആവണമെങ്കിൽ ഈ ഒരു ഭാഗത്തൊന്നും ഒരിക്കലും മഞ്ഞ വരില്ല. കാരണം മഞ്ഞ എന്നുള്ളത് മേളിൽ മാത്രമേ, ഇവിടെ ഒന്നും മഞ്ഞ വരാനേ പാടില്ല. അപ്പം ഈ ഒരു കട്ട എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ മേളിലിരിക്കുന്ന കട്ടയാണ്. അപ്പം നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ ഡെയ്സി ചെയ്തല്ലേ, ഡെയ്സിയിൽ ഇത് ആണ് നമ്മൾ നോക്കിയത്. ഈ കട്ടകളിൽ മഞ്ഞ ഇല്ലാത്ത വല്ല കട്ടയുണ്ടോ നോക്കണം. കാരണം മഞ്ഞ ഇല്ലാത്ത കട്ടയായിരിക്കും ഈ ഒരു ഭാഗത്ത്, അല്ലെങ്കിൽ ഈ ഒരു എഡ്ജിൽ, അല്ലെങ്കിൽ ഈ ഒരു എഡ്ജിൽ പോകുന്നത്. അപ്പോൾ മഞ്ഞ ഇല്ലാത്ത കട്ട നോക്കുകയാണെങ്കിൽ, ഞാൻ ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ ഡെയ്സി ചെയ്ത ഭാഗത്ത് നോക്കുകയാണെങ്കിൽ മഞ്ഞയുണ്ട്. അപ്പോൾ ഈ ഒരു കട്ട എടുക്കാൻ പറ്റില്ല, ഈ ഒരു കട്ട ഇങ്ങോട്ടൊന്നും പോകത്തില്ല. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെയും മഞ്ഞയുണ്ട്. അപ്പം എന്താ സംഭവിക്കുന്നത്? ഈ ഒരു കട്ട എടുക്കാൻ പറ്റില്ല ഡെയ്സി ചെയ്തതിൽ. ഇനി അടുത്ത ഡെയ്സി ചെയ്തതിൽ കട്ട എന്ന് പറഞ്ഞാൽ ഇതാ. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ കണ്ട മഞ്ഞ ഇല്ല. അപ്പം ഞാൻ നോക്കുകയാണെങ്കിൽ ഈ പച്ച, റെഡ്, ചുവപ്പ് എന്നുള്ള കട്ട സത്യം പറഞ്ഞാൽ എവിടെയാണ് വരേണ്ടേ? ഇതാ പച്ച, ചുവപ്പ് എന്ന കട്ട ഈ ഒരു ഭാഗത്താണ് വരേണ്ടത്. അപ്പം ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ കണ്ട ഈ അടിയിലുള്ള കളർ ഏതാണെന്ന് നോക്കുന്നു. അതായത് മുകളിൽ റെഡ്, അടിയിൽ ഗ്രീന്. ആ ഗ്രീനിൻ്റെ സെൻറ്ററിലോട്ട് അലൈൻ ചെയ്യുന്നു. ഗ്രീനിൻ്റെ സെൻറ്ററായിട്ട് അലൈൻ ചെയ്ത് വെക്കുന്നു. അലൈൻ ചെയ്ത് വെച്ചതിന് ശേഷം അടുത്ത മുകളിലുള്ള കളർ ഏതാണെന്ന് നോക്കുന്നത്? റെഡ്. ഈ റെഡിൻ്റെ സെൻറ്റർ എവിടെയെന്ന് നോക്കുന്നു. പച്ച ഇവിടെ, റെഡിൻ്റെ സെൻറ്റർ ഇവിടെ. പച്ച ഇവിടെ, റെഡിൻ്റെ സെൻറ്റർ ഇവിടെ. അതായത് ഈ കട്ട വരേണ്ടത് ഇങ്ങോട്ട്. അപ്പോൾ ഇവന്മാർ രണ്ടും അല്ലാത്ത ഒരു സ്ഥലത്തോട്ട് നീക്കാം. അതായത് ഇവന്മാർ രണ്ടുപേരും അല്ലാത്തൊരു സ്ഥലത്തോട്ട് നീക്കാം. അത് ഏതായിരിക്കും സ്ഥലം? ഇവനും ഇവിടെയും, അല്ലെങ്കിൽ പിന്നെ അങ്ങോട്ടായിരിക്കും. ഓക്കെ, നീക്കുമ്പോൾ നമ്മളെ കൈ മാത്രം, ഈ ഒരു ലെയർ മാത്രം നീക്കാൻ പാടുള്ളൂ, നമ്മളോടെ നീങ്ങിപ്പോവല്ലേ. ഓക്കെ, അപ്പം ഇങ്ങനെ, അതായത് പച്ച അലൈൻ ചെയ്തു. പച്ചേൻ്റെ മുകളിലുള്ള റെഡ് നോക്കി, റെഡ് എവിടെ നിൽക്കുന്നത്, റെഡിൻ്റെ സെൻറ്റർ എവിടെ നിൽക്കുന്നു, അതായത് ഈ കട്ട ഇവിടെയാണ് വരേണ്ടത്. കട്ട വരാത്ത സ്ഥലത്തോട്ട് നീക്കാം. നീക്കിയതിന് ശേഷം ഈ കാണുന്നിടത്ത് ആദ്യം ചെയ്യുക. അതായത് ഇവിടെ എന്താ ചെയ്യേണ്ടത്? ഇവിടെ ഇപ്പോൾ ലെഫ്റ്റിലാണ് ചെയ്യുന്നതുകൊണ്ട് ലെഫ്റ്റ് ആൽഗോരിതം. മുകളിലോട്ട് പോയി, അങ്ങോട്ട് പോയി, മുകളിലോട്ട് പോയതിനെ തിരിച്ചു കൊണ്ടുവന്നു, അങ്ങോട്ട് പോയതിനെ തിരിച്ചു കൊണ്ടുവന്നു. ഇനി ഈ ഒരു ഭാഗത്തായിരുന്നല്ലോ കട്ട വരണ്ടേ. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ ചെയ്തു. ഇതിനോട് നേരെ അഡ്ജസ്റ്റൻ്റ് ആയിരുന്നു ചേർന്നിരിക്കുന്ന ഭാഗത്തിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ റൈറ്റ് അല്ലേ, അപ്പോൾ റൈറ്റ് ആൽഗോരിതം ചെയ്തു. മുകളിലോട്ട് പോയി, ഇങ്ങോട്ട് അകത്തോട്ട് ക്ലോക്ക് വൈസ് തിരിഞ്ഞു, മുകളിലോട്ട് പോയതിനെ തിരിച്ചു കൊണ്ടുവരുന്നു. കഴിഞ്ഞില്ല, ഇനി അങ്ങോട്ട് കൊണ്ടുപോയതിന് തിരിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. അങ്ങനെ ആയെങ്കിൽ നമ്മളൊരു ലെഫ്റ്റ് ആൽഗോരിതം, ഒരു റൈറ്റ് ആൽഗോരിതം പൂർത്തിയാവുള്ളൂ. ഞാൻ ആദ്യം ഇവിടെ ലെഫ്റ്റ് പിന്നീട് റൈറ്റാണ് ചെയ്തത്. അത് അപ്പോഴും അങ്ങനെ ആയിരിക്കണം എന്നില്ല. നമ്മൾ നോക്കാം, കാണിച്ചു തരാം. അപ്പം ഇവിടെ കണ്ടോ, നമ്മുടെ മറ്റേ പച്ചയും റെഡും വന്ന കണ്ടോ. അങ്ങനെ നമ്മൾ സെക്കൻഡ് ലെയറിൽ ഒരു എഡ്ജ് ശരിയായി. അതുപോലെ തന്നെ വീണ്ടും നോക്കാം. മുകളിൽ ഈ ഡെയ്സി ചെയ്ത ഭാഗത്ത് മഞ്ഞ ഇല്ലാത്ത സ്ഥലം നോക്കി നോക്കാം. ചിലപ്പോൾ ഇപ്പം മഞ്ഞ ഇല്ലാത്ത ഒരു സ്ഥലം വന്നിട്ട് ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ഭാഗത്ത് മഞ്ഞയുണ്ട്, ഒരു ഭാഗത്തും മഞ്ഞ വരാൻ പാടില്ല നമുക്ക്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ഭാഗത്ത് മഞ്ഞയുണ്ട്, ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ഭാഗത്ത് മഞ്ഞയുണ്ട്, ഇവിടെ നോക്കുകയാണെങ്കിൽ മഞ്ഞ ഇല്ല. അപ്പം ഈ മഞ്ഞ ഇല്ലാത്ത ഭാഗം നോക്കുന്നു. ഓറഞ്ച്, ഇത് അടിയത്തെ കളർ നോക്കുന്നു. ഓറഞ്ച് സെൻറ്ററായിട്ട് കൊണ്ടുവരാം, അലൈൻ ചെയ്യാം, അത് ചേർക്കാം. അതിനുശേഷം ഓറഞ്ചിൻ്റെ മുകളിലുള്ള കളർ നീലയാണ്. നീലയുടെ സെൻറ്റർ എവിടെയാണ് നോക്കാം. കണ്ട, നീല ഇവിടെയാണ്. അതായത് ഈ ഒരു കട്ട വരേണ്ടത് ഈ ഒരു ഭാഗത്താണ്, ഈ ഒരു ഭാഗത്ത് കട്ട വരണമെങ്കിൽ ഇവന്മാർ രണ്ടുപേരും ഇല്ലാത്തൊരു സ്ഥലത്തോട്ട് നീക്കുക ഈ കട്ടേനെ. അതായത് ഈ ലെയറോട് അങ്ങോട്ട് നീക്കുക. അതായത് ഇവന്മാർ രണ്ടുപേരും ഇല്ലാത്ത സ്ഥലം എന്ന് പറഞ്ഞാൽ ഈ സൈഡാണ്, ഒരു വശം നീക്കുന്ന ഇങ്ങോട്ട് നീക്കി. അപ്പം നീക്കിയതിന് ശേഷം ഈ ഒരു ഭാഗത്ത് നമ്മൾ ആദ്യം കാണുന്നത് എന്താ? ഇവിടെയല്ലേ കട്ട വരണ്ടേ. അപ്പോൾ ഈ ഒരു ഭാഗത്ത് റൈറ്റ് ആൽഗോരിതം ചെയ്യുന്നു. കാരണം റൈറ്റിലാണ് ആദ്യം നമ്മൾ കണ്ടേ. എന്നിട്ട് തൊട്ട് ചേർന്നിരിക്കുന്ന ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ ഇപ്പോൾ ലെഫ്റ്റ് അല്ലേ, അപ്പോൾ ലെഫ്റ്റ് ആൽഗോരിതം ചെയ്യുന്നു. ലെഫ്റ്റ് ആൽഗോരിതം ചെയ്തപ്പോൾ എന്താ സംഭവിച്ചേ? ലെഫ്റ്റ് ആൽഗോരിതം മൊത്തം ചെയ്തപ്പോൾ കണ്ട ഓറഞ്ച് നീല എന്ന കട്ട ഇവിടെ വന്നല്ലോ. അതുപോലെ തന്നെ വീണ്ടും നോക്കാം. ഡെയ്സി ഉള്ള ഭാഗം, ഡെയ്സിയിൽ മഞ്ഞ ഇല്ലാത്ത ഭാഗം, ഇവിടെ മഞ്ഞയുണ്ട്, ഇവിടെ മഞ്ഞയുണ്ട്,
ഇവിടെ മഞ്ഞയില. ഓക്കെ, അപ്പോൾ എന്താണ് നീല അലൈൻ, ഓൾറെഡി അലൈൻ ചെയ്താൽ ഇരിക്കുന്നത്. അപ്പം പിന്നെ എന്താ ചെയ്യുന്നത്, റെഡ് ഇല്ലാത്ത ഭാഗം, അപ്പോൾ ഈ കട്ട ഇവിടെയാണ് വരേണ്ടത്. റെഡ് ഇല്ലാത്ത ഭാഗത്തിലോട്ട് നീക്കുമ്പോൾ ഈ ലെയർ മാത്രമേ നീക്കാൻ പാടുള്ളൂ, അത് സൂക്ഷിക്കണം. എന്നിട്ട് ഇവിടെയല്ലേ വരേണ്ടത്, അപ്പോൾ ഇവിടെ ഞാൻ റൈറ്റിലാണ് ആദ്യം കണ്ടുകൊണ്ട് റൈറ്റ് ആൽഗോരിതം ചെയ്തു. തൊട്ടിപ്പുറത്തെ ഭാഗത്ത് നമ്മൾ ലെഫ്റ്റ് ആൽഗോരിതം ചെയ്തു. നമ്മൾ നീല റെഡ് എഡ്ജ് വന്നു, ഇവിടെ ചെയ്തില്ല. ഓക്കെ, ഇനി വീണ്ടും നമ്മൾ നോക്കുന്നു. അതായത് ഡെയ്സിയിൽ മഞ്ഞയില്ലാത്ത ഭാഗം ഇവിടെ നോക്കുകയാണെങ്കിൽ മഞ്ഞയുണ്ട്, ഇവിടെ നോക്കുകയാണെങ്കിൽ മഞ്ഞയുണ്ട്. അതായത് നമ്മുടെ ഇനി വരാനുള്ള കട്ട എന്ന് പറയുന്നത് ഇവിടെ തന്നെ ഒളിച്ച് നിൽക്കുകയാണ്. കണ്ട, ഇവിടെ തന്നെ ഓറിയൻറ്റേഷൻ മാറി നിൽക്കുകയാണ്. അതായത് പച്ച ഇവിടെ വരേണ്ടേ, ഓറഞ്ച് ഇവിടെ വരേണ്ടേ, അതിനൊന്നുമില്ല. നമ്മൾ എപ്പോഴും ചെയ്യുന്നത് ഇവനെ പുറത്തോട്ട് എടുക്കാൻ എനിക്ക് വെറുതെ ഇങ്ങനെ ആക്കിയാൽ എൻ്റെ ബാക്കിയുള്ളതെല്ലാം തെറ്റും. അപ്പോൾ ഇങ്ങനെ ആക്കുന്നതിന് പകരം എന്താ ചെയ്യേണ്ടത്, നമ്മൾ രണ്ടാമത്തെ എഡ്ജിൽ എന്താ ചെയ്യുന്നത്, സാധാരണ ഇവിടെയാണ് പ്രശ്നക്കാരൻ. അപ്പം ഞാൻ മുകളിലോട്ടാക്കി, ഇവിടെ ഒരു റൈറ്റ് ആൽഗോരിതം ചെയ്തു. തൊട്ടിപ്പുറത്തെ സൈഡിൽ ലെഫ്റ്റ് ആൽഗോരിതം ചെയ്യുമ്പോൾ എന്താ സംഭവിച്ചത്, ഒന്നുമില്ല. അതായത് ഇവിടെ ഉണ്ടായിരുന്ന കട്ടേനെ മാറി മുകളിലോട്ട് കൊണ്ടുവന്നു. ഓക്കെ, എന്നിട്ട് വേറൊരു കട്ട ഇവന് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് വന്നു. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ അലൈൻമെൻ്റ് എല്ലാം ശരിയാക്കി വെക്കുന്നു. അതായത് ഇപ്പോൾ നമ്മുടെ ഡെയ്സിയിൽ നോക്കുകയാണെങ്കിൽ ഒരു പച്ചയുണ്ട്, ആ പച്ചേന് ചേർന്നുള്ള ഓറഞ്ചും ഉണ്ട്. ആ പച്ചയും അലൈൻ ചെയ്യുന്നു. ഈ കട്ട എവിടെയാണ് നോക്കുന്നു, ഓറഞ്ച് സെൻറ്റർ ഇവിടെയാണ്, അതായത് ഈ കട്ട ഇവിടെയാണ് വരേണ്ടത്. ഇവന്മാർ രണ്ടുപേരും ഇല്ലാത്തൊരു സ്ഥലത്തോട്ട് മാറ്റുന്നു. ഇവിടെ നമ്മൾ ആദ്യം കാണുന്നിടത്ത് നമ്മൾ റൈറ്റ് ആൽഗോരിതം, തൊട്ടിപ്പുറത്ത് ഏതാണ് ആൽഗോരിതം, ലെഫ്റ്റ് ആണെങ്കിൽ ലെഫ്റ്റ് ആൽഗോരിതം ചെയ്യുന്നു. അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ ലെയർ പൂർത്തിയായി. ഇനിയിപ്പോൾ മൂന്നാമത്തെ ലെയർ എന്ന് പറയുന്നതിന് മുന്നേ നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മൾ ഫൗണ്ടേഷൻ പൂർത്തിയായി, ആദ്യത്തെ ലെയർ പൂർത്തിയായി, രണ്ടാമത്തെ ലെയർ പൂർത്തിയായി. മൂന്നാമത്തെ ലെയറിൽ എന്ന് പറയുന്നത് ഇവിടെ പ്ലസ് ആക്കുകയാണ്. നമ്മൾ നേരത്തെ ഡെയ്സി ആക്കിയത് മഞ്ഞയും വെള്ളയല്ലേ. പക്ഷെ ഇവിടെ നമ്മൾ നോക്കേണ്ടത് പറഞ്ഞാൽ ഈ മൂന്നാമത്തെ ലെയർ എന്ന് പറയുന്നത്, നമ്മൾ മൂന്നാമത്തെ ലെയർ ഈ ലെയർ അല്ല ചെയ്യാൻ പോകുന്നത്, ഈ ഭാഗമല്ല ചെയ്യാൻ പോകുന്നത്. പകരം നമ്മൾ ഈ മഞ്ഞ ഇവിടെ മൊത്തം ആക്കലാണ് ചെയ്യുന്നത്. മഞ്ഞ ഇവിടെ മൊത്തം ആക്കുന്നതിന് ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗം പ്ലസ് ആക്കണം. ഇപ്പോൾ എന്തോ ഒരു ഷേപ്പിലാണ് കിടക്കുന്നത് അല്ലേ, അതിന് നമ്മൾ ഇങ്ങനെ പ്ലസ് ആക്കണം. അപ്പം ഇപ്പോൾ നമുക്ക് വന്നതെന്ന് പറഞ്ഞാൽ ലൈനാണ്. ഈ രണ്ടെണ്ണത്തിന് പ്രാധാന്യമില്ല. നമുക്കാകെ മൂന്ന് രീതിയിൽ ഇവിടെ വരത്തുള്ളൂ. ഈ രണ്ട് ലെയർ ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് ഇവിടെ മഞ്ഞ വരുന്ന മൂന്ന് രീതിയിലാണ്. ഇങ്ങനെ വരും. ഓക്കെ, ഇവിടുത്തെ ഉള്ള കളറൊന്നും നോക്കേണ്ട കാര്യമില്ല, അത് നമ്മൾ ഓരോ പ്രാവശ്യം ചെയ്യുന്ന അനുസരിച്ച് മാറും. അപ്പം ഇങ്ങനെ വന്നാൽ ലൈൻ വരാണെങ്കിൽ എങ്ങനെ ചെയ്യുന്നത് ഞാൻ പറഞ്ഞുതരാം. ലൈൻ വരാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്, തൊട്ടടുത്തിരിക്കുന്ന ലെയർ, ഓക്കെ, അതിപ്പോൾ ഞാൻ ഇങ്ങനെ പിടിക്കുന്നതുകൊണ്ട് ഇതാണ് എൻ്റെ ലെയർ, ഇതാണ് എൻ്റെ ലെയർ. ഓക്കെ, ഇനിയിപ്പോൾ ഞാൻ ഇങ്ങനെ പിടിക്കുന്നത് വിചാരിച്ചോ, അങ്ങനെയാണെങ്കിൽ ഈ ലൈനിനോട് തൊട്ടടിക്കുന്ന ലെയർ ഇതാണ്. ഓക്കെ, ഇതിനെ ഞാൻ ഒരു പ്രാവശ്യം ഇങ്ങനെ തിരിച്ചു. ലൈനല്ല തിരിക്കുന്നത്, ലൈനിനോട് തൊട്ട് ചേർന്നിരിക്കുന്ന ലെയർ ഒരു പ്രാവശ്യം ഇങ്ങനെ തിരിച്ചതിന് ശേഷം റൈറ്റ് ആൽഗോരിതം ചെയ്തു. എന്നിട്ട് ഞാൻ തിരിച്ചതിനെ തിരിച്ചു കൊണ്ടുവന്നു. ഓക്കെ, തിരിച്ച ലെയറിനെ തിരിച്ചു കൊണ്ടുവന്നു. അപ്പോൾ എന്തായി, ഇവിടെ നമുക്കൊരു പ്ലസ് ആയി അല്ലേ. ഇത് നോക്കേണ്ട കാര്യമല്ല, ഇത് ഓരോ കളർ അനുസരിച്ച് മാറിയത്. ഇപ്പോൾ നമുക്ക് എന്തായാലും പ്ലസ് ആയി അല്ലേ. ഓക്കെ, അപ്പോൾ ലൈന് വന്നാൽ പ്ലസ് ആക്കാൻ നമുക്കറിയാം. ഇനി ലൈൻ പോലെ തന്നെ വേറെയും കുറച്ച് സാധനങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, അടുത്ത വരാൻ പോകുന്ന ചാൻസ് എന്ന് പറയുന്നത്, ഒരാൾക്ക് ചിലപ്പം ലൈനിന് പകരം ഇതുപോലെ ആംഗിൾ ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ ആംഗിൾ കിട്ടിയാൽ ഇങ്ങനെയൊന്നും പിടിക്കരുത്. ആംഗിൾ കിട്ടിയാൽ നമ്മളോട് ചേർന്ന് ഇങ്ങനെ പിടിക്കണം ആംഗിൾ. ഓക്കെ, ഇങ്ങനെ പിടിക്കല്ലേ, നമ്മളോട് ചേർന്ന് ഇങ്ങനെ പിടിക്കണം. ഓക്കെ, ഇങ്ങനെ പിടിച്ചതിന് ശേഷം ലൈനായിരുന്നെങ്കിൽ നമ്മൾ എന്താ ചെയ്തത്, ലൈനാണെങ്കിൽ തൊട്ടിപ്പുറത്തെ ലെയറിനെ തിരിച്ചിട്ട് റൈറ്റ് ആൽഗോരിതം ചെയ്തിട്ട് ആ തിരിച്ചതിന് നേരെ തിരിച്ചു കൊണ്ടുവന്നു. ഇവിടെ ആംഗിൾ ആണെങ്കിൽ ആംഗിൾ മൊത്തത്തിൽ തിരിക്കുക. അതായത് ഈ രണ്ട് ലെയറും തിരിച്ചതിന് ശേഷം ഒരു റൈറ്റ് ആൽഗോരിതം ചെയ്തു. എന്നിട്ട് രണ്ട് ലെയറും തിരിച്ചല്ലോ, ആ രണ്ട് ലെയറും തിരിച്ചു കൊണ്ടുവരുന്നു. അപ്പോൾ നമുക്ക് എന്താ സംഭവിച്ചത്, വീണ്ടും ഒരു പ്ലസ് ആയി. ഓക്കെ, ഈ മഞ്ഞ ചിലപ്പോൾ വരാം, ചിലപ്പോൾ ഇല്ല. ഓക്കെ, അപ്പം ലൈന് വന്നാൽ പ്ലസ് ആക്കാൻ അറിയാം, ആംഗിൾ വന്നാൽ പ്ലസ് ആക്കാൻ അറിയാം. ഇനിയിപ്പം ഇതുപോലൊരു ഡോട്ടാണ് വരണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലൈൻ പോലെ നോക്കാം. അപ്പോൾ ലൈനാണെങ്കിൽ അടിയിലോട്ട് ഒരു പ്രാവശ്യം തിരിച്ചതിന് ശേഷം ഒരു റൈറ്റ് ആൽഗോരിതം ചെയ്ത് ആ കൊണ്ടുവന്നതിന് തിരിച്ചു വരുമ്പോൾ ഒരു ആംഗിൾ കിട്ടിയാൽ നമുക്ക് ചെയ്യാൻ അറിയാമല്ലോ. ഈ ആംഗിൾ രണ്ടും കൂടി ഒരുമിച്ച് എടുത്തിട്ട് ഒരു റൈറ്റ് ആൽഗോരിതം ചെയ്യുക.
ഒരു റൈറ്റ് ആൽഗോരിതം ചെയ്തതിന് ശേഷം ആ ആംഗിളിൽ തിരിച്ചു കൊണ്ടുവന്നാൽ നമുക്ക് പ്ലസ് കിട്ടി. പിന്നെ നമുക്ക് ഇത് മൊത്തം ഫില്ലാക്കാം. ഇവിടെ പ്ലസ് മഞ്ഞയായി. ഇനി നമ്മുടെ സ്റ്റെപ്പ് എന്താണ്? ആദ്യത്തെ 2 ലെയർ ചെയ്തതിന് ശേഷം ഇവിടെ മൊത്തം മഞ്ഞയാക്കാനാണ്. ഇവിടെ മൊത്തം മഞ്ഞയാക്കാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത്? നമ്മൾ ക്യൂബ് തിരിച്ച് പിടിക്കുക. ക്യൂബ് തിരിച്ച് പിടിച്ചതിന് ശേഷം എന്താ, നമുക്ക് ഇവിടെ ഓരോ സൈഡിലും നോക്കാം മഞ്ഞ എവിടെയൊക്കെയാണ് ഉള്ളതെന്ന്. അതായത് ഈ സൈഡിൽ റൈറ്റ് ആൽഗോരിതം ഇവിടെ എനിക്ക് മഞ്ഞയുണ്ട്. ഈ മഞ്ഞ ഇവിടെയാണ് വരേണ്ടത് അല്ലേ, അടിയിൽ ആണ് വരേണ്ടത്, അല്ല ഈ മഞ്ഞ എന്നെ കാണുന്ന രീതിയിലല്ല വരേണ്ടത്. അപ്പം എന്താ ചെയ്യേണ്ടത്? എനിക്ക് ആകെ ഒരു ഇക്വേഷൻ അറിയാം, റൈറ്റ് ആൽഗോരിതം. ഇങ്ങനെ പോയി മുകളിൽ കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവന്നു, അങ്ങോട്ട് കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവന്നു. ഒരു പ്രാവശ്യം ചെയ്തു, ഒന്നും നടന്നില്ല. വീണ്ടും അതായത് ആ മഞ്ഞ അടിയിലെത്തുന്നവരെ, മഞ്ഞ അടിയിൽ കറക്റ്റ് രീതിയിലെത്തുന്നവരെ റൈറ്റ് ആൽഗോരിതം ചെയ്യാം. ഓക്കെ, ഒന്നുകൂടി ഞാൻ ചെയ്തു നോക്കാം. മുകളിലോട്ട് കൊണ്ടുപോയി, അങ്ങോട്ട് കൊണ്ടുപോയി, അടിയിലോട്ട് കൊണ്ടുപോയി, എന്നിട്ട് അങ്ങോട്ട് കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവരുന്നു. മഞ്ഞ കറക്റ്റ് രീതിയിലെത്തിയോ? എത്തി. പക്ഷെ നമ്മൾ ഇവിടെ എല്ലാം മാറിപ്പോയി. അതിനൊന്നും ഓർത്ത് ബേജാറാവേണ്ട ആവശ്യമില്ല, ലാസ്റ്റ് ആകുമ്പോൾ മാറി വരും. ഓക്കെ, ഞാൻ ഇവിടെ ഉണ്ടായിരുന്ന മഞ്ഞേനെ കറക്റ്റ് ഇവിടെ ആക്കി. ഇനി അടുത്ത മഞ്ഞ എന്ന് പറയുന്നത് ഇവിടെ ഉള്ളത്. ഈ മഞ്ഞേനെ ഞാൻ എവിടെയായിരുന്നോ ചെയ്തുകൊണ്ടിരുന്നത് ആ സ്ഥലത്തോട്ട് ഇങ്ങനെ നീക്കി കൊണ്ടുവരാം. എന്നിട്ട് ഈ മഞ്ഞേനെയും അടിയിലോട്ടാക്കാം. ഇങ്ങനെ നമുക്ക് ആകെ ഒരു ഇക്വേഷൻ അറിയോ, റൈറ്റ് ആൽഗോരിതം. ആ റൈറ്റ് ആൽഗോരിതം ചെയ്തു. അയ്യോ, ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് കുറച്ച് സന്തോഷം വരും. അതൊന്നും ചെയ്യാൻ തെറ്റാണ്. നമ്മൾ ആ റൈറ്റ് ആൽഗോരിതം ചെയ്യുക. ഈ മഞ്ഞേനെ കറക്റ്റ് ഇവിടെ കൊണ്ടുവരാമെന്ന് മാത്രമേ ഉള്ളൂ നമ്മുടെ ലക്ഷ്യം. ഓക്കെ, കറക്റ്റ് പൊസിഷൻ. ഓക്കെ, വീണ്ടും ഞാൻ ലാസ്റ്റ് റൈറ്റ് ആൽഗോരിതം ചെയ്യാണ്. ഇങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവന്നു. കഴിഞ്ഞില്ല. ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് റൈറ്റ് ആൽഗോരിതം, അതായത് അങ്ങോട്ട് കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവന്നു. ഓക്കെ, ഇനി നോക്കിയോ, നമ്മളെ മഞ്ഞെത്തി. ഓക്കെ, ഇനി ഒരാളും കൂടി മിസ്സിംഗ് ആണ്. ഒരു മഞ്ഞയും കൂടി ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി, കാരണം ഇവിടെ മൊത്തം മഞ്ഞ കവറായില്ല. ഓക്കെ, ആ മഞ്ഞേനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നതിന് ശേഷം ഇതാണ് ഇവിടെ ഈ മഞ്ഞനെ ഇനി അടിയിലോട്ടാക്കലാണ് എൻ്റെ ലക്ഷ്യം. അപ്പം ഒരു റൈറ്റ് ആൽഗോരിതം ചെയ്തു, ഒന്നും നടന്നില്ല. ഒരു റൈറ്റ് ആൽഗോരിതം ചെയ്തു, ഒന്നും നടന്നില്ല. ഒരു ലാസ്റ്റ് ഒരു റൈറ്റ് ആൽഗോരിതം കൂടി ചെയ്ത് നോക്കാം. കഴിഞ്ഞു. റൈറ്റ് ആൽഗോരിതം ചെയ്ത് നോക്കിയപ്പോൾ എന്ത് നടന്നു? മഞ്ഞ മൊത്തം ഫില്ലായി. അപ്പം നമ്മുടെ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ 2 ലെയർ ഫില്ലായതിനു ശേഷം മഞ്ഞ മൊത്തം ഫില്ലായതിനു ശേഷം നമുക്ക് ഇങ്ങനൊരു ഇതായിരിക്കും കിട്ടുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ നോക്കി കാണാനൊരു ഭംഗിയല്ല അല്ലേ? ഇവിടെ പക്ഷെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ 2 നീല ഒരുമിച്ച് വരുന്നത്, അല്ലെങ്കിൽ 2 നീലനോ വരാം, 2 ചുവപ്പ് വരാം, 2 ഓറഞ്ച് വരാം. നോക്കാം. ഈ 2 നീല നമ്മൾ സ്വാഭാവികമായിട്ട് എന്താ ചെയ്യുക? നമ്മൾ നീലയുടെ കൂടെ തന്നെ വെച്ചു, അവൻ്റെ ഫാമിലിയുടെ കൂടെ വെച്ചു. അപ്പോൾ ഇതെന്താ സംഭവിച്ചത്? ഇതൊരു പാക്മാൻ രൂപത്തിലായി അല്ലേ? ഞാൻ വെറുതെ ഇട്ട ഒരു പേരാണ് പാക്മാൻ രൂപത്തിൽ. ഓക്കെ, ഈ പാക്മാൻ രൂപത്തിലായി. ബാക്കി എല്ലായിടത്തും നോക്കി നോക്കിയോ, ബാക്കി എല്ലായിടത്തും എന്തോ വേറെ എന്തൊക്കെയോ ആണ് കിടക്കുന്നത് അല്ലേ? അപ്പോൾ ഇതുപോലെ ഒരു സൈഡ് പാക്മാൻ രൂപത്തിലായി. ഇനി ഒരു സൈഡ് പാക്മാൻ രൂപത്തിലായാൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ പാക്മാൻ രൂപത്തിലുള്ള സൈഡ് മറിച്ച് നമ്മളെ നേരെ ഓപ്പോസിറ്റ് സ്ഥലത്തോട്ട് വെക്കണം. അതായത് പാക്മാൻ ഇപ്പം എൻ്റെ ബാക്കിലാണ് ഫേസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇവിടെ ചെയ്യേണ്ടതാണ്, ഞാൻ രണ്ടാമതൊരു ആൽഗോരിതം കൂടി പഠിക്കണം എന്ന് പറഞ്ഞില്ലേ വഴിയെ, അതാണിത്. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ കുറച്ച് ശ്രദ്ധിക്കേണ്ട ആൽഗോരിതമാണ്. ഓക്കെ, ആദ്യം അടിയിലോട്ട് തിരിച്ചതിന് ശേഷം ഞാൻ നേരെ എന്താ ചെയ്തേ? ഇങ്ങോട്ട് തിരിച്ചു. എന്നിട്ട് അടിയിലോട്ട് തിരിച്ച് ഒരു പ്രാവശ്യം കൂടി അടിയിലോട്ട് തിരിച്ചു. ഓക്കെ, ആദ്യം അടിയിലോട്ട് തിരിച്ചു, ഇങ്ങനെ തിരിച്ചു, വീണ്ടും അടിയിലോട്ട് തിരിച്ചു. ഇനി ഞാൻ നേരെ ബാക്കിൽ നിന്ന് 2 പ്രാവശ്യം തിരിക്കുകയാണ്. 1, 2. ഓക്കെ, ബാക്കിൽ നിന്ന് 2 പ്രാവശ്യം തിരിച്ചു. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത്? ഞാൻ അടിയിലോട്ട് തിരിച്ച ഭാഗത്തിന് മുകളിലോട്ട് തിരിച്ചിട്ട് ഒരു പ്രാവശ്യം കൂടി ഇവിടെ ഞാൻ ഒരു പ്രാവശ്യം ചെയ്തു. ഓക്കെ, ഇനി മുകളിലോട്ട് തിരിച്ച ഭാഗം ഞാൻ തിരിച്ചു കൊണ്ടുവന്നു. എന്നിട്ട് വീണ്ടും 1, 2 പ്രാവശ്യം തിരിച്ചു. ഓക്കെ, ഇനി അവസാനം ഒരു സ്റ്റെപ്പും കൂടിയുള്ളൂ. അതായത് ഇവനെന്തോ കാണാൻ ഒരു രസമല്ല, അപ്പം ഞാൻ തിരിച്ച് കൊണ്ടുവന്നു. ഈ മഞ്ഞേനെ ഞാൻ തിരിച്ചു കൊണ്ടുവന്നു. ഇപ്പം എന്തായേ? ഇപ്പം എന്തോ ആയല്ലേ? അതായത് ഞാൻ ഈ നീലേനെ കറക്റ്റ് നീലേൻ്റെ ഫാമിലിയുടെ കൂടെ കൊണ്ടുവന്നപ്പോൾ എന്തായി? ഒരു പാക്മാൻ ഉണ്ടായിരുന്നു, ഇപ്പം എല്ലായിടത്തും പാക്മാനായി. ആ ഒരു സ്റ്റെപ്പ് വേണമെങ്കിൽ ഞാൻ ഒരു പ്രാവശ്യം കൂടി പറഞ്ഞുതരാം. അതായത് ഇങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നു അല്ലേ? അപ്പോൾ എനിക്ക് ഇവിടെ നോക്കി നോക്ക്, ഒരു പാക്മാനും ആയില്ല. ദാ ഇതൊരു പാക്മാനാണ് അല്ലേ? ഇത് സത്യം പറഞ്ഞാൽ ഫുള്ള് വന്നു. അത് എന്തോ ഭാഗ്യത്തിനാണ് ഇവിടെ ഒരു കളർ, ഈ കളറും കൂടി സെയിം ആയത്. സാധാരണ നമുക്ക് ഇങ്ങനെ വരാറുള്ളൂ. അപ്പോൾ ഇത് ഞാൻ ഒരു പാക്മാൻ ആണെന്ന് കരുതി. അങ്ങനെ ഇതൊരു പാക്മാൻ ആണെങ്കിൽ ഈ പാക്മാനെ ഞാൻ എൻ്റെ ഓപ്പോസിറ്റ് സൈഡ് വെച്ചുകൊണ്ട് ശ്രദ്ധിച്ച് കേട്ടോളാം. ആദ്യം അടിയിലോട്ട് തിരിച്ചു.
അടിയിലോട്ട് തിരിച്ചതിന് ശേഷം ഇങ്ങനെ തിരിച്ചു, വീണ്ടും അടിയിലോട്ട് തിരിച്ചു, ഇനി ബാക്കിൽ പോയിട്ട് 2 പ്രാവശ്യം തിരിച്ചു, മുകളിലോട്ട് കൊണ്ടുവന്നു, ഇങ്ങനെ തിരിച്ചു, മുകളിലോട്ട് കൊണ്ടുവന്ന് അടിയിലോട്ട് കൊണ്ടുവന്നു, വീണ്ടും 2 പ്രാവശ്യം തിരിച്ചു. 2 പ്രാവശ്യം തിരിച്ചതിന് ശേഷം ഈ മഞ്ഞേനെ എല്ലാവരെയും കൂടി ഒരുമിച്ചാക്കി. ഓക്കെ, ഇപ്പോൾ എന്തായി? പാക്മാൻ എല്ലാവരും കൂടി ശരിയായോ? എല്ലാം പാക്മാനായി. ഇത്ര ആയതിനു ശേഷം കഴിഞ്ഞു. ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആകെ അറിയുന്ന ആൽഗോരിതം എന്ന് പറഞ്ഞാൽ ഇത് ഇപ്പം പഠിച്ച ആൽഗോരിതം, റൈറ്റ് ആൽഗോരിതം, ലെഫ്റ്റ് ആൽഗോരിതം എന്ന് പറഞ്ഞാൽ ഒരു പെയർ ആൽഗോരിതം. അപ്പം ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ 1 1 5 5 ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ല അല്ലേ? അതായത് ഒരു റൈറ്റ് ആൽഗോരിതം, ഒരു ലെഫ്റ്റ് ആൽഗോരിതം, 5 റൈറ്റ് ആൽഗോരിതം, 5 ലെഫ്റ്റ് ആൽഗോരിതം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ എവിടെ വേണോ ചെയ്യാം അല്ലേ, കാരണം എല്ലാം പാക്മാനാണ്. അപ്പം ഞാൻ ഇവിടെ ഒരു റൈറ്റ് ആൽഗോരിതം ചെയ്തു, ഇവിടെ ഒരു ലെഫ്റ്റ് ആൽഗോരിതം ചെയ്തു, ഇവിടെ ഞാൻ 5 റൈറ്റ് ആൽഗോരിതം, 1 2 3 4 5 റൈറ്റ് ആൽഗോരിതം ചെയ്തു. ഇവിടെ ഞാൻ എന്താ ചെയ്യുന്നത്? 5 ലെഫ്റ്റ് ആൽഗോരിതം, ഇങ്ങനെ പോയി ഇങ്ങനെ പോയി ഇങ്ങനെ പോയി ഇങ്ങനെ പോയി, 1 ഇങ്ങനെ പോയി ഇങ്ങനെ പോയി ഇങ്ങനെ പോയി ഇങ്ങനെ പോയി, 2 3 4 5. ഓക്കെ, നമ്മൾ വിചാരിക്കും അയ്യോ പാക്മാൻ തിരിച്ച് പാക്മാൻ പോലെ തന്നെ ഇരിക്കണമല്ലോ, ഒന്നും മാറിയില്ലല്ലോ. ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ ഒരിടത്ത് ഫുള്ളായി. നേരത്തെ എല്ലായിടത്തും പാക്മാൻ ആയത് ഇപ്പോൾ ഒരിടത്ത് ഫുള്ളായി. ഇനി ആ ഫുള്ളായ ഭാഗത്ത് വീണ്ടും 1 1 5 5 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ക്യൂബ് കിട്ടും. അപ്പം 1 ഇവിടെ 1 ആയത്, എന്നിട്ട് ഇവിടെ മുകളിലോട്ട് കൊണ്ടുപോയി, ഇങ്ങോട്ട് കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവന്നു, അങ്ങോട്ട് കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവന്നു, 2 1 1. ഇനിയിപ്പോൾ ഇവിടെ 5, 1 2 3 4 5 5 ആകുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാക്കാം, കാരണം ഇത് മൊത്തം ഈക്വലായിട്ടിരിക്കും. ഇനി ഇപ്പുറത്തെ ഭാഗത്ത് 1 2 3 4 5. ഓക്കെ, നമുക്ക് ഭാഗ്യമല്ല, കാരണം ഇത് നമ്മൾ ചെയ്തിട്ടും നേരത്തെ തിരിച്ച് അതേപോലെ വന്നു. വിഷമിക്കേണ്ട കാര്യമല്ല, ഇത് നമുക്ക് ചിലപ്പോൾ ഒരു പ്രാവശ്യം കൊണ്ട് ട്രൈ ചെയ്താൽ കിട്ടും. ഓക്കെ, അപ്പം കറക്റ്റുള്ള ഭാഗത്ത് തന്നെ, അതായത് ഫുള്ളുള്ള ഭാഗത്ത് തന്നെ ഒരു പ്രാവശ്യം കൊണ്ട് ട്രൈ ചെയ്യുക. 1 1 5 1 2 3 4 5 കറക്റ്റ് കിട്ടിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇവിടെ 5 പൂർത്തിയായിരുന്നു. വീണ്ടും 1 2 3 4 5 പൂർത്തിയായോ? യെസ്, എല്ലായിടത്തും നമ്മളെ ക്യൂബ് കിട്ടി.